ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ് സോൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ്. ഇത് അവൻ യൂസ് ചെയ്തും അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 പഴുത്ത നേന്ത്രപ്പഴമാണ്. അത് ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്കൊന്നിട്ട് കൊടുക്കുക. ഇത് 2-3 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. അങ്ങനെ കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. ഇതിൽ മധുരം കുറഞ്ഞാൽ സ്നാക്സിന് നമ്മൾ വിചാരിച്ച പോലെ ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടെ തന്നെ 1/4 കപ്പ് പാലും 2 ഏലക്കായും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്നാക്സ് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇനി ഇത് മിക്സിയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം വേസ്റ്റായിട്ട് കളയുന്നതല്ല, അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതും ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതേപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേഗം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, കാരണം ഇത് കീറി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുക്കുക, ഉടനെ തന്നെ എടുക്കുക. വെള്ളത്തിൽ കുറച്ച് നേരം കൂടുതൽ വെച്ചാൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോകും. അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം 2 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇത് റോൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 ടീസ്പൂൺ തന്നെ ഇതിന് മതിയാകും. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൻ്റെ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് 2 സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെയും പാലിൻ്റെയും മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടില്ലായിരുന്നു, ആ പൊടിയിലും കൂടി ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓവൻ യൂസ് ചെയ്തിട്ടാണ്. ഓവൻ യൂസ് ചെയ്യാതെ ഞാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പം ഓവറായിട്ട് എണ്ണ കുടിക്കില്ല. ഇതിന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഓവനിൽ 10 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ ലോവർ ഹീറ്റിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.